നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്ധ്യ എന്ന വാക്കിന് ശരിയായ ധ്യാനം എന്ന് ആചാര്യന്മാർ അർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധ്യ എന്നത് ഈശ്വരനാമങ്ങൾ ജപിക്കേണ്ട സമയമായിട്ടാണ് കണക്കാക്കുന്നത്. പകൽ സമയങ്ങളിൽ സൂര്യഭഗവാന്റെ പ്രഭാരശ്മികളാണ് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത്. സൂര്യനെ പകൽ സമയത്തെ രക്ഷകനായും സന്ധ്യാവിളക്കിൽ തെളിയുന്ന അഗ്നിയെ രാത്രിയുടെ കാവൽക്കാരനായും കണക്കാക്കുന്നു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ് സന്ധ്യാസമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് ചെയ്യുന്ന തെറ്റായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് തന്നെ ബാധിക്കാറുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയില്ല എന്നതാണ് വാസ്തവം. സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഒട്ടുമിക്ക ആളുകളും സന്ധ്യാസമയങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നിർബന്ധമായിട്ടും എല്ലാവരും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സന്ധ്യാസമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപരീത ഫലങ്ങളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ താളമേ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലതിനും മെയിൻ ആയിട്ടുള്ളൊരു കാരണം മൊബൈൽ തന്നെയാണ്. രാത്രിയിൽ മൊബൈൽ കാണുകയും രാവിലെ ലേറ്റായി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് വഴി പല കാര്യങ്ങളും താളം തെറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പലരും പല കാര്യങ്ങളും തെറ്റായ സമയത്താണ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലക്കുന്നതും കുളിക്കുന്നതും. ഇന്ന് പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സന്ധ്യാസമയങ്ങളിൽ വീട്ടിലുള്ള ആളുകൾ കുളിക്കുന്നതും അതുപോലെ തന്നെ അലക്കുന്നതും. ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കുളിക്കാനോ അലക്കാനോ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരില്ല, മറിച്ച് മൂദേവി ആയിരിക്കും കടന്നു വരുന്നത്. മൂദേവി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം പോലും ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ സന്ധ്യയ്ക്ക് കുളിക്കുകയും അലക്കുകയും ചെയ്താൽ രോഗങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുന്നത്. ആഹാരവും മരുന്നും കഴിക്കുന്നതും തെറ്റായിട്ട് തന്നെ പറയുന്നു. മരുന്നൊക്കെ കഴിക്കുന്നവര് ഒന്നുകിൽ സന്ധ്യാസമയത്തിന് മുന്നേ ആയിട്ട് കഴിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്തിന് ശേഷമായിട്ട് കഴിക്കുക. ഈ സമയത്ത് കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ വിഷമയം ഉണ്ടാകും. അന്തരീക്ഷത്തിലെ വിഷാണുക്കളെ നശിപ്പിക്കാൻ നിലവിളക്കിലെ അഗ്നിക്ക് കഴിയും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നത്. ഇനി അതുമാത്രമല്ല, ഈ വിഷാണുക്കൾ നമ്മുടെ പചന സംക്രമണ നാഡീവ്യൂഹങ്ങളെയും മനസ്സിനെയും ബാധിക്കാതിരിക്കാനാണ് ഏകാഗ്രമായി ശുദ്ധമായ ശരീരത്തോടെ നാമം ജപിക്കണം എന്ന് പറയുന്നത്. ഓട്ടുവിളക്കിന്റെ ലോഹമിശ്രിതവും അതിലൊഴിക്കുന്ന എള്ളെണ്ണയുടെ ഇരുമ്പു ശക്തിയും ചേർന്ന് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിൽ നല്ല പ്രാണോർജം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് രോഗാണുക്കളെയും അതിന് കാരണമാകുന്ന ദുർദേവതകളെയും നശിപ്പിക്കുന്നു. സന്ധ്യാദീപം കൊളുത്തുന്നതിന് മുൻപ് അടിച്ചുവാരി തളിച്ചിടണം. എങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവി കുടിയിരിക്കുകയുള്ളൂ. സന്ധ്യാദീപം ലക്ഷ്മി പ്രീതിക്കുള്ളതാണ്. നിലവിളക്ക് എന്നും തേച്ചു കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ദീപം കൊളുത്താൻ എടുക്കേണ്ടത്. കുളിച്ച് ശുദ്ധിയോടെ ശുഭവസ്ത്രം ധരിച്ച് ഭസ്മവും തൊട്ടതിന് ശേഷമാവണം സന്ധ്യാവിളക്ക് കൊളുത്തേണ്ടത്. ഈയൊരു ശുദ്ധി തന്നെ നിങ്ങൾ തുളസിത്തറയിലും സർപ്പക്കാവിലും അറയിലും നിലവറയിലും വിളക്ക് കൊളുത്തുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ത്രിസന്ധ്യയില് ഉറക്കെ നാമം ചൊല്ലുന്നത് നമുക്ക് ചുറ്റിലുമുള്ള ചരാചരങ്ങൾക്ക് പോലും ഗുണകരമാണ് എന്നാണ് പറയുന്നത്. വീട്ടിലെ എല്ലാവരും നാമം ജപിക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ജപിക്കുന്ന ആ ഒരു വ്യക്തി ഉറക്കെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കും. ഇനി സന്ധ്യാസമയത്തെ യാത്ര, ഗർഭിണികളും കുഞ്ഞുങ്ങളും അസമയത്ത് ഇറങ്ങുന്നത്, ത്രിസന്ധ്യയിൽ കയറി വരുന്നതും പോകുന്നതും എല്ലാം സന്ധ്യാനേരത്ത് അരുതാത്ത കാര്യങ്ങളാണ്. ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളും അസമയത്ത് ഇറങ്ങിയാൽ ഇരുമ്പിന്റെ അംശം കൂടെ ഉണ്ടാവണം എന്ന് പറയും.
ഇരുമ്പിന്റെ അംശം കൂടെയുണ്ടെങ്കിൽ ഒരു ബാധയും തീണ്ടുവേല എന്നാണ് വിശ്വാസം. കഴിവതും ഗർഭിണികളും കുഞ്ഞുങ്ങളും സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സന്ധ്യാസമയങ്ങളിൽ ഒരു കാരണവശാലും വീട്ടിൽ കലഹമോ വഴക്കോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതും ലക്ഷ്മി ദേവിയെ മടക്കി അയക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും സന്ധ്യാസമയങ്ങളിൽ വഴക്ക് പറയുകയോ വീട്ടിൽ അമിതമായിട്ട് ബഹളമുണ്ടാക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ ഒരു കാരണവശാലും പണം കൊടുക്കാനോ ധാന്യങ്ങൾ കൊടുക്കാനോ ഒന്നും തന്നെ സന്ധ്യാസമയങ്ങളിൽ പാടുള്ളതല്ല. അത് ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാർക്കായാൽ പോലും അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുടി ചീകുന്നത്. പലരും സന്ധ്യാസമയങ്ങളിൽ മുടി ചീകുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. അതിഥി സൽക്കാരവും വിനോദവും ഒന്നും ത്രിസന്ധിയിൽ നടത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതില് മുടി ചീകരുത് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു മുത്തശ്ശി കഥയുണ്ട്, പലർക്കും അറിയാമായിരിക്കും. സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പാലുമായി പോകുന്ന ചെറിയ വണ്ടുണ്ട്. ഈ സമയം മുടി ചീകിയാൽ മുടി പാലിൽ വീണ് അശുദ്ധമാകുമെന്നുള്ളത് കൊണ്ടാണ് ത്രിസന്ധ്യയിൽ മുടി ചീകരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് അരുതാത്ത ചില കാര്യങ്ങൾ പഴയ തലമുറയിലുള്ളവർ പറയാറുണ്ട്. വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും നിങ്ങളോട് പറയുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ പ്രധാനമാണ് ത്രിസന്ധ്യയിൽ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് എന്ന് പറയുന്നത്. നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച സമയമാണിത്. അതുകൊണ്ട് തന്നെ പടിയിൽ ഒരു കാരണവശാലും ത്രിസന്ധ്യാ സമയത്ത് ഇരിക്കാനായിട്ട് പാടില്ല. അതുകൂടാതെ തുളസിപ്പൂ വിറുക്കുന്നതും കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതും നിഷിദ്ധമായിട്ടാണ് പറയുന്നത്. തുളസി ധ്യാനത്തിലിരിക്കുന്ന സമയമാണ് സന്ധ്യാനേരം എന്ന് പറയുന്നത്. ധ്യാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സന്ധ്യാനേരത്ത് തുളസിച്ചെടി ഇറുക്കുന്നത്. അങ്ങനെ തുളസിച്ചെടി ഇറുത്തുകൊണ്ട് ധ്യാനത്തിന് ഭംഗം വരുത്തി കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവി നമ്മളോട് കോപിക്കുകയും നമ്മുടെ വീട്ടിൽ നിന്നും ലക്ഷ്മി ദേവി പടിയിറങ്ങുന്ന ഒരു സാഹചര്യം വന്നു ഭവിക്കുകയും ചെയ്യും. സന്ധ്യാദീപം കൊളുത്തി കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നാമം ജപിക്കുമ്പോഴാണ് ഐശ്വര്യവും കുടുംബാഭിവൃദ്ധിയും ഉണ്ടാകുന്നത്. ഗണപതി, സരസ്വതി, ഗുരു എന്നിവരെ വന്ദിച്ച ശേഷമാവണം നാമം ജപിക്കൽ. ഓം നമഃശിവായ, ഓം നമോ നാരായണായ എന്നിവ 108 തവണ ജപിക്കുന്നത് അത്യുത്തമമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പാലിക്കേണ്ടതായിട്ടുണ്ട്. ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്നതിലുപരി ആ പണം നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. നന്ദി.